ഹരിയാന പഞ്ചാബ് അതിർത്തി സംഘർഷഭരിതമാണ്. ദാ പാലത്തിനപ്പുറം ഹരിയാന, ഇപ്പുറം പഞ്ചാബ്. ഒരു തരത്തിലും ഹരിയാന പ്രദേശത്തേക്ക് കർഷകരെ മുന്നേറാൻ അനുവദിക്കുന്നില്ല പോലീസും അർദ്ധ സൈനിക വിഭാഗവും. എല്ലാ തരത്തിലും പ്രതിരോധം തീർത്ത് അവരെ പഞ്ചാബ് അതിർത്തിയിൽ വെച്ച് തന്നെ തടഞ്ഞിരിക്കുന്നു. യുദ്ധസമാനമായ സാഹചര്യമാണ് അണുനിമിഷവും കടന്നുപോകുന്നത്. കവചകുണ്ടലമണിഞ്ഞ് കുരുക്ഷേത്ര ഭൂമിയിൽ എതിരാളികളെ നേരിടാൻ സർവ്വസന്നാഹമൊരുക്കി കാത്തിരിക്കുന്ന ഹരിയാന പോലീസും അർദ്ധ സൈനിക വിഭാഗവും. എതിർഭാഗത്ത് പ്രതിരോധ നടപടികളെ മറികടക്കാൻ ശരീരം നിറഞ്ഞ തോർത്തുകൊണ്ട് പൊതിഞ്ഞ് യുദ്ധത്തിന്റെ ആഹ്വാനം പോലെ പാലം കടക്കാൻ തയ്യാറെടുക്കുന്ന കർഷകരും. നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ശംഭു അതിർത്തിയിൽ തൽസ്ഥിതി തുടരാനാണ് സംയുക്ത കിസാൻ മോർച്ച പ്രതിനിധികൾ കർഷകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ച് ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ തിരികെ പോകില്ല എന്നുറച്ചാണ് അവർ നിൽക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും, അത് BJPയുടെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും CPMൻ്റെ ആയാലും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകളുടെ കാര്യത്തിൽ, WTOയുടെ നിലപാടുകളുടെ കാര്യത്തിൽ, സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ കാര്യത്തിൽ, കർഷകനോടുള്ള നിലപാടുകളുടെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായേ പറ്റൂ. അപ്പോൾ അത് ഭരിക്കുന്നവനായാലും പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാവർക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നേക്കാം ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ചയിലേക്കാണ്. സമരം ഒത്തുതീർപ്പാക്കാനും പഞ്ചാബ് ഹരിയാന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഫലപ്രദമായ ചർച്ച തന്നെയാണ് പരിഹാരം. കൃത്യമായി ആവശ്യങ്ങൾ പരിഗണിച്ച് രമ്യമായ രീതിയിൽ പരിഹരിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യ രാജ്യത്തിന് ഏറ്റവും വലിയ സന്ദേശം നൽകാൻ സാധിക്കുക.